ഹലോ എവരിവൺ, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്സിലൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ അമ്മൻ്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നാൽ ഇപ്പോൾ നല്ല അടിപൊളി സീസണായിട്ട് നമ്മൾ കുളത്ത് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും പാടെ. പക്ഷെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോരുത്തർ കുളത്തിൽ ഇങ്ങനെ കയറി ഇന്ന് വിറച്ച് നിൽക്കണതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇതാണ് ഞാനൊക്കെ ചെറുപ്പത്തിൽ നീന്തം പഠിച്ച കുളം. ഞങ്ങളിവിടുത്തെ എസ്തെറ്റിക് കുളമാണിത്. നല്ലൊരു ടൈമിൽ ഉച്ചര നേരത്തെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും ഇല്ലാതെ ഞങ്ങൾക്ക് നല്ല സ്വസ്ഥമായ ഒരിക്കൊക്കെ കുറേ നേരം നീന്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ചെറിയ നീന്തി. ഇവൾക്ക് നീന്തം പഠിച്ചത് തന്നെ. പിന്നെ കുറേ കാലം ടച്ച് വിട്ടോളും മറന്നുപോയി നീന്തൽ. എൻ്റെ വലിയ നിത്യോളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ചാടേ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യണം. ഞാനും വെച്ചും കരക്ക് നിന്നിട്ടും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ചാടേ പറഞ്ഞിട്ട്. പക്ഷെ അവൾക്ക് പെരും പേടി. അങ്ങനെ ലാസ്റ്റ് അവൾ ചാടിയൊക്കെ ചെയ്തിട്ടോ. ഞാനും പണ്ട് ഇങ്ങനെയായിരുന്നു. കുറേ ചാടേ പറഞ്ഞാൽ എങ്ങനെയാലും ചാടൂല. അങ്ങനെയൊക്കെ ഒരു കാലം അതും പറഞ്ഞിട്ട് ഉമ്മച്ചിനെ ട്രോൾ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ഈ കുളത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവർ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോസ്റ്റ് അടിച്ചപ്പോൾ അടുത്ത് തന്നെ തോട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തോടുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയാണ് കാല് നനച്ചിങ്ങനെ ഓരോന്ന് കളിച്ചിരിക്കുന്നു ഞാൻ കേട്ടോ. ഓരോ വീഡിയോസും ക്ലിപ്സൊക്കെ ഇട്ട് ഇങ്ങനെ. പിന്നെ എല്ലാവരും നീന്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിട്ട് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുളം വന്നിട്ട്. പിന്നെ ഇത് പുതിയതായി ആൻറ്റി സെറ്റ് ചെയ്ത ഒരു അക്വേറിയമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ ഫിഷസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. പിന്നെ നമുക്ക് ഉമ്മമ്മ കുറേ ചക്കയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഉമ്മമ്മ സ്നേഹമാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ അത്ര വലിയ ചക്കൻ്റെ ഫാനൊന്നുമല്ല. പക്ഷെ ഇതെന്താവോ ഉമ്മാൻ്റെ വീട്ടിലത്തെ ചക്ക ഉണ്ടാവുന്നുണ്ട് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞാൽ കുരു കളഞ്ഞിട്ട് ഉമ്മമ്മ എടുത്ത് കൊണ്ടുവന്ന് തിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സുഖം ഒരു വേറെ തന്നെയാണ്. പണിയെടുക്കാതെ തിന്നുക പറയുന്നത് വേറെ സുഖം തന്നെയല്ലേ. അപ്പോൾ പിന്നെ കുറേ നേരം അതൊക്കെ തിന്നിങ്ങനെ ഇരുന്നപ്പോഴാണ് ഉമ്മച്ചി ഒരു പ്ലേറ്റ് ബിരിയാണി ആയിട്ട് വരുന്നത്. കുളത്തുനിന്ന് കയറി വന്നവർക്കൊക്കെ വീണ്ടും വിശക്കുക പറഞ്ഞുകൊണ്ട് അവർക്ക് ബിരിയാണി കൊടുക്കാൻ വന്നതാണ് ഉമ്മച്ചി. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളും ചെറുതായിട്ടൊന്ന് വാരിത്തരം സൂപ്പിട്ട് നമുക്കും കിട്ടി കുറച്ച് ഉരുളകൾ. ഉമ്മച്ചിൻ്റെ കൈ കൊണ്ട് തിന്നുക പറയണത് പ്രത്യേക സുഖം. ശരിക്കും പറഞ്ഞാൽ എല്ലാം മടിയുടെ ഒരു ഭാഗം തന്നെ പറയാം. പണിയെടുക്കാതെ തിന്നുക പറയണത് അതിന് ഒരു പ്രത്യേക സുഖം തന്നെയാണുള്ളത്. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ കുട്ടികൾ, അതായത് ഇത് വലിയ കാക്കൂൻ്റെ വലിയ കുട്ടികളാണ്, ട്വിൻസാണ് രണ്ടുപേരും. അപ്പോൾ ഒരു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വന്നപ്പോൾ ഒരു എക്സാം പേപ്പറൊക്കെ കിട്ടിയത് ഇങ്ങനെ കാണിക്കുകയാണ്. ട്വിൻസ് ആയാലും രസം എന്ന് പറഞ്ഞാൽ ഒരാൾ ഫസ്റ്റ് വന്നിട്ടോ പേപ്പറൊന്നും കാണിക്കാതെ ഉള്ളിലേക്ക് പോയി കളിക്കാൻ പോയി. രണ്ടാമത്തെ ആൾ വന്നപ്പോഴാണ് പേപ്പർ കിട്ടിയ കാര്യം പറയണത്. മറ്റൊന്നത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നു പേപ്പർ കിട്ടിയ കാര്യം. അപ്പോൾ നല്ല രസമാണ്. ഓരോ മൊമെൻറ്റ്സ് ഞാൻ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നു കേട്ടോ. നല്ല രസം. ഒരാൾ പറയുന്നില്ല പേപ്പർ, അപ്പോൾ മറ്റോ കുളത്തിൽ കിടക്കുക പേപ്പർ കിട്ടിക്കണം നോക്കി നോക്കി പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കാക്കൂൻ്റെ വീട്ടിൽ പോയിരുന്നു. ഇത് ചെറിയ കാക്കൂൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അപ്പോൾ എന്നോട് കഴിഞ്ഞ ഏതൊക്കെ വ്ളോഗ്സിൽ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൂം ടൂർ ചെയ്യോ, ഈ വീട് നിങ്ങളത് വീട് തന്നെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് ഞങ്ങളെ സ്വന്തം വീടല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാക്കൂൻ്റെ വീടാണ്, ചെറിയ കാക്കൂൻ്റെ. അപ്പം ഇനി കാക്കു ആരാ ഓൺ ബ്രദറാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺ ബ്രദറല്ല, ഇതിൻ്റെ ഉമ്മച്ചിൻ്റെ ഓൺ ബ്രദറാണ്, ചെറിയ ബ്രദറാണ് ഉമ്മച്ചിൻ്റെ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരാൾ സർപ്രൈസായിട്ട് മുമ്പിൽ കൈയൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കണു. അപ്പോൾ ഓന് സ്കേറ്റിങ്ങിന് ഫൈനൽ എത്തിയപ്പോൾ വീണതാ അത്രേ. അങ്ങനെ പിന്നെ വീണ കഥയും കേട്ട് കുറേ നേരം ചിരിച്ച് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു നൈറ്റൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നിസ്കാരം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷട്ടിൽ കളിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കസിനും കൂടെയാണ് കളിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരം കളിച്ചപ്പോൾ മഴയൊക്കെ പെയ്ത് പിന്നെ അകത്ത് കയറി ഫുഡും കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് രാത്രി തന്നെ. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ.